أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العظيم. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതും വിലക്കിയതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലക്ക് വളരെ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരോടും വളരെ ആത്മാർത്ഥമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന സജ്ജനങ്ങളായ മുത്തഖീങ്ങളായ അടിമകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയവും ശാരീരികവുമായ കരുത്ത് തുടർന്ന് അങ്ങോട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പലരുടെയും മാതാപിതാക്കളടക്കമുള്ള ബന്ധുമിത്രാദികൾ, വളരെ വേണ്ടപ്പെട്ട പലരുമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ഖുതുബയുടെ മർമ്മം എന്ന് പറയുന്നത് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യലാണ്. തഖ്വയുടെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജുമുഅയുടെ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. പറയുന്നത് ആര് എന്നതിനപ്പുറം ഈ സ്ഥലത്തിന്, ഈ മിമ്പറിനൊരു മഹത്വമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഫസ്തമിഉ വ അൻസിത്തു എന്നാണ് ഹദീസിൽ. നിങ്ങൾ നിശബ്ദത പുലർത്തുകയും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്യണം. കേട്ടാൽ പോരാ, ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജുമുഅയൊക്കെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറഞ്ഞ് 4-5 ദിവസമായി. റമദാനിൽ നമ്മൾ പ്രധാനമായും ശ്രമിച്ചത് 2 കാര്യങ്ങൾ നേടിയെടുക്കാനാണ്. ഒന്ന്, ശാരീരികമായ കരുത്ത്. സൂമു തസിഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, അതുവഴി നിങ്ങൾ ആരോഗ്യമുള്ളവരാകൂ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച വിധം നോമ്പെടുക്കുകയാണെങ്കിൽ വലിയ മാറ്റം ശരീരത്തിൽ പ്രകടമാകും, ഉറപ്പാണ്. മറ്റൊന്ന് ആത്മീയമായ കരുത്താണ്, ഈമാനിക കരുത്ത്. ഇത് രണ്ടും നേടിയെടുക്കുക എന്നുള്ളത് നോമ്പിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഈമാന് നിറഞ്ഞ് തുളുമ്പുന്ന ഘട്ടം എന്ന് പറയുന്നത് ശവ്വാൽ മാസത്തിലാണ്. ശവ്വാലിലാണ് ഏറ്റവും അധികം ഈമാൻ ഉണ്ടാവുക. കാരണം വാഹനം സർവീസ് കഴിഞ്ഞിട്ട് ഇറക്കിയുള്ളൂ. ശരീരം മനസ്സൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള മാസത്തിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഈ നേടിയെടുത്ത ഈ ഒരു കരുത്തുണ്ടല്ലോ, ഈമാനികമായ ശാരീരികമായ കരുത്ത്, അത് നഷ്ടപ്പെടാതെ ഒരു മൊബൈല് ചാർജിലിട്ടാൽ ആ മൊബൈൽ ചാർജ് കയറി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർജ് തീരൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഒരു 11 മാസം നിലകൊള്ളാനുള്ള ഒരു കരുത്ത് നമുക്ക് ഈ കഴിഞ്ഞ നോമ്പിലൂടെ നിലനിർത്താൻ കഴിയണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നോമ്പിലൂടെ നമ്മൾ നേടി, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈമാനിൻ്റെ തഖ്വ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കുക എന്നാ. അതൊക്കെ സെപ്പറേറ്റ് തഖ്വ എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ്, ഇഖ്ലാസ് എന്താണ്, തവക്കുൽ എന്താണ്, ഇതൊക്കെ വേറെ വേറെ സാങ്കേതിക പദങ്ങളായി നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കി മാത്രം പറയാം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല നമ്മോട് പറഞ്ഞതും കൽപ്പിച്ചതുമായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ മേഖലകളിലും
വളരെ സൂക്ഷിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയാം. സൂക്ഷ്മത പുലർത്തുക എന്ന് പച്ച മലയാളം. അതെല്ലാ രംഗങ്ങളിലും നാം ഏതെല്ലാം ഇടങ്ങളിൽ ഇടപെടുന്നുവോ അവിടെയെല്ലാം അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളെ പാലിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയാം. എന്നാ ഇഖ്ലാസ് എന്ന് പറഞ്ഞാലാ? ഇഖ്ലാസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കലർപ്പില്ലാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. നിഷ്കളങ്കമായത് എന്നൊക്കെ പറയാറില്ല ഇവിടെ. ഇഖ്ലാസ് കലർപ്പില്ലാത്തത്. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചു, അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് അമല് ചെയ്യാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ, അള്ളാഹുവിനുള്ള സർവ്വ അമലുകളിലും ഒരിടത്ത് പോലും അള്ളാഹു അല്ലാത്തവരുടെ താല്പര്യമോ മറ്റോ കലർന്നാൽ അത് ഇഖ്ലാസ് ഇല്ലാതായി മാറി. കലർപ്പില്ലാത്തതാണ്, നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ അമല്. ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, അത്യുന്നതനായ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. ഇതും നമ്മൾ നോമ്പിലൂടെ, ഈ തഖ്വയിലൂടെ നമ്മൾ ആർജിച്ചതാണ്. മറ്റൊന്ന് ഇഹ്സാൻ ഉണ്ട്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാനിന്റെ ഉദാഹരണം പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് പോലെ അള്ളാഹ്ക്ക് വഴിപ്പെടുക. ഒരാള് ജോലിക്ക് വിളിച്ചാൽ, എന്ത് പണിയാകട്ടെ, കളക്കാനോ കൊത്താനോ മറ്റോ വീട്ടിൽ പണിക്ക് ജോലിക്ക് വിളിച്ചാൽ അയാളിങ്ങനെ കളച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക. മുതലാളി നോക്കുമ്പോഴും നോക്കാത്തപ്പോഴും രണ്ട് രീതിയിലല്ലേ പണി ചെയ്യാം. ചില ആളുകളെങ്കിലും മുതലാളി നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ആ പണിക്കൊരു ശ്രദ്ധയുണ്ട്. മുതലാളി ഇയാളൊന്നും കാണാതിരിക്കാൻ വേണ്ടി വീടിന്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിലിരിക്കുക. ഇയാൾക്ക്, നമുക്ക് ആളെ കാണാൻ പറ്റൂല, പക്ഷെ എനിക്കറിയാം മൂപ്പര അവിടെ ഉണ്ട്, മൂപ്പര ജനലും തുറന്നിട്ട് ജനലിന്റെ ഉള്ളിലേക്ക് കൂടെ നോക്കുന്നുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാൾ എപ്രകാരം പണിയെടുക്കുന്നുവോ, ജോലി ചെയ്യുന്നുവോ, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹ് ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ സദാസമയം കാണുന്നുണ്ട്. അതുകൊണ്ട് നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നത് പോലെ അമല് ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയാ. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, എല്ലാ അമലുകളിലും നമ്മൾ ഇടപെടുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം അള്ളാഹു കാണുന്നു എന്ന ബോധത്തോടു കൂടി പെരുമാറുമ്പോൾ അതിന് ഇഹ്സാൻ എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ ഈമാനിന്റെ വേറെ ചില ഭാഗങ്ങളാണ്. തഖ്വയാകട്ടെ, ഇഖ്ലാസ് ആകട്ടെ, ഇഹ്സാൻ ആകട്ടെ, ഇതെല്ലാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് തവക്കുല്. എന്താണ് തവക്കുല്? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ ശരിക്കും ബരമേൽപ്പിക്കുകയാണെങ്കിൽ, തവക്കുലാക്കുകയാണെങ്കിൽ, ലറസഖകും, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. ഏതുപോലെ? കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ. എന്താ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നതിന്റെ പ്രത്യേകത? തഗദു ഹിമാസ വതറൂഹു ബിതാന. ഒരു പട്ടിയും നമ്മളൊന്നും കണ്ടിട്ടില്ല, ഒരു പക്ഷിയും വൈകുന്നേരം ആകുമ്പോ പടച്ചോനെ നാളത്തെ കാര്യം ഇനിയിപ്പോ എന്താ ചെയ്യാ, എന്റെ കുട്ടികൾക്ക് നാളെ തിന്നാനൊന്നും ഇല്ലല്ലോ റബ്ബേ എന്ന് ഒരു പക്ഷിയും ബേജാറാകാറില്ല. അവര് സുഖമായി കിടന്നിറങ്ങുന്നു. എന്നാ പിന്നെ തവക്കുലാക്കിയിട്ട് അവര് പണിക്ക് പോകാതിരിക്കുകയാണോ? തഗദു ഹിമാസ, അതിരാവിലെ ഒട്ടിയ വയറുമായി പുറപ്പെടുകയാണ്. അധ്വാനിക്കണം, പണിയെടുക്കണം. അല്ലാണ്ട് തവക്കുലാക്കി വീട്ടിൽ കുത്തിരുന്നാൽ പോരാ. അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹിലാണ് ഭരമേൽപ്പിക്കേണ്ടത്, മക്കളിലല്ല, മരുമക്കളിലല്ല. ഗൾഫിലുള്ള മക്കൾ ഇങ്ങനെ മാസം അയച്ചു തരും, അതിലല്ല തവക്കുല്. അതൊക്കെ ഒരുപക്ഷെ എപ്പോ വേണമെങ്കിലും മുറിഞ്ഞു പോകാം, നഷ്ടപ്പെടാം. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭയപ്പെടാനില്ല. പക്ഷികൾ ഒട്ടിയ വയറുമായി രാവിലെ പുറപ്പെടുന്നു. അവർക്ക് ആർക്കും ഭക്ഷണം കിട്ടാതിരുന്നിട്ടില്ല. വൈകുന്നേരമാകുമ്പോൾ നിറഞ്ഞ വയറുമായി പക്ഷികൾ തിരിച്ചു വരികയാണ്.
എവിടെ നിന്നാ ഭക്ഷണം കിട്ടിയത്? ഈ പക്ഷിക്കാരാണ് അന്നം നൽകിയത്. ഇതുപോലെ ഒരാൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് വീട്ടിലിരുന്നാൽ പോലെ പക്ഷികൾ പുറപ്പെടുന്ന പോലെ തന്റെ അന്നം തേടി, തന്റെ ഉപജീവന മാർഗം തേടി പുറപ്പെടണം. ലറസക്കും, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. പക്ഷികൾക്ക് നൽകുന്നത് പോലെ റിസ്ക് നൽകുമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയമുള്ള മൂമിനികളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവം പറയുന്നുണ്ട്. ഇതിനേക്കാൾ ഈമാൻ നിറഞ്ഞൊരു സാഹചര്യം വളരെ കുറവല്ലേ മുസ്ലിമീങ്ങൾക്ക്? അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നമൽ മുഅ്മിനൂന, യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് ഇവരാണ്. ഇന്നമ ചേർത്ത് പറഞ്ഞാൽ മാത്രം എന്നർത്ഥമുണ്ട്. അറബി അല്പെങ്കിലും അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാലോ. ഇന്നമൽ മുഅ്മിനൂന, യഥാർത്ഥ വിശ്വാസികൾ ഈ പറയാൻ പോകുന്നവരാണ്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അവരോട് അല്ലാഹ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ കാര്യം പറഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, ഹൃദയത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും, ഒരു കുലുക്കം അനുഭവപ്പെടും, എന്നതില്ലാത്ത ഒരു ഫീലിംഗ് അനുഭവപ്പെടും അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ. ഇദാ തുലിയത് അലൈഹിം ആയാതു, എന്നിട്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ അവരെ ഓതി കേൾപ്പിച്ചാൽ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾപ്പിച്ചാൽ, സാദത്തുഹും ഈമാനാ, അവർ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു വൈബ്രേഷൻ, ഒരു കുലുക്കം അനുഭവപ്പെടുകയും അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. മാത്രമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവരാണ്. മുസ്ലിം സമുദായം ഇന്ന് ഏറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ്. നമ്മൾ ഭയന്നു പോയോ വഖഫ് എന്ന് കേൾക്കുമ്പോഴേക്ക്? നമ്മൾ ഭയപ്പെട്ടു പോയോ പൗരത്വം ഇല്ല എന്ന് കേൾക്കുമ്പോഴേക്ക്? ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട പോലെ ഭരമേൽപ്പിക്കുകയും നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കുകയും ചെയ്താൽ അള്ളാഹ്ക്ക് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ. പക്ഷേ അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള യോഗ്യതയും അർഹതയും നമുക്കുണ്ടാകണം. മൂസാ അലൈഹി ഇസ്ലാമിനെ ആരാ സഹായിച്ചത്? മൂസാ അലൈഹി ഇസ്ലാമിന് 2 ദൗത്യം ഉണ്ടായിരുന്നു. ആ 2 ദൗത്യം, ഒന്ന് ഫിർഔനെയും ഫിർഔനിന്റെ കൂട്ടാളികളെയും ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യലാണ്. ദഅവത്തായിരുന്നു മൂസാ നബിയുടെ ഒരു ദൗത്യം. മറ്റൊരു ദൗത്യം ഇസ്രായേലിലെ അടിമകളാക്കപ്പെട്ട ഇസ്രായേലിനെ വിമോചിപ്പിക്കലാണ്. ഫിർഔനിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇതും മൂസാ നബിയുടെ ദൗത്യമായിരുന്നു. ആ ദൗത്യം മൂസാ അലൈഹി ഇസ്ലാം നിർവഹിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു ദിവസം രാത്രി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ അലൈഹി ഇസ്ലാം പുറപ്പെടുകയാണ്. മൂസാ നബിയും ഇസ്രായേലിനും പുറപ്പെടുന്നു. അവർ രക്ഷപ്പെടുകയാണ്. ഫിർഔനിന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടുകയാണ്. ഓടി ഓടി അവസാനം അവർ എത്തിപ്പെടുന്നത് എവിടെയാണ്? നമുക്കെല്ലാം അറിയാം. അവരെത്തിപ്പെടുന്ന ചെങ്കടലിന്റെ മുന്നിലാണ്. വിവരമറിഞ്ഞ ഫിർഔനും കൂട്ടരും പിന്നാലെ കൂടുകയാണ്. അതാ എത്തി തിരിഞ്ഞു നോക്കുമ്പോ മുന്നിൽ കാണുന്നത് കടലാണെങ്കിൽ പിന്നിൽ വന്നു നിൽക്കുന്നത് സർവായുധ വിഭൂഷിതരായ ഫിർഔനും അവന്റെ സൈന്യവുമാണ്. ഇനി എന്താ ചെയ്യാം? അല്ല, സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? മുന്നോട്ടും പോകാൻ പറ്റൂല, പിന്നോട്ടും പോകാൻ പറ്റൂല. മൂസാ അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ കൂടെയുള്ളവർ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, മൂസ, നമ്മൾ കുടുങ്ങിയ തന്നെ, നമ്മൾ പെട്ടു മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു മൂസ, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു മൂസ എന്ന് മൂസാ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ലടാ, ഞാൻ അള്ളാഹുവിൽ വരവേൽപ്പിച്ചവനാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പുറപ്പെട്ടവനാണ്. കല്ലാ, മൂസാ അലൈഹിസ്സലാം പറയുകയാണ്, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല. കല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഇനി എന്ത് പ്രതീക്ഷയാ ഉള്ളത്? മുന്നിൽ നേരെ ആർത്തിരുമ്പുന്ന കടലും പിന്നിൽ സർവായുധ വിഭൂഷിതരായ ഒരു സൈന്യവും പട്ടാളവും.
എന്നിട്ട് രക്ഷപ്പെടാമെന്നോ? അപ്പോഴും തവക്കുലുള്ള മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ കഴിവിട്ടില്ല. എന്റെ റബ്ബി എന്തെങ്കിലും ഒരു വഴി കാണിക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. അള്ളാഹു തആല പറയുന്നു, മൂസാ നബിയെ ആ കടലിൽ നിന്ന് അടിച്ചേക്ക് വടി കൊണ്ട്. നമ്മൾ എത്ര കേട്ടതാ ചരിത്രം, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഒരു വല്ലാത്ത സങ്കീർണമായ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോ അള്ള പറയാ വടികൊണ്ട് കടലിലടിക്കാൻ. മൂസാ നബി അടിക്കുന്നു, അത്ഭുതം സംഭവിക്കുന്നു. അപ്പൊ തവക്കുലി എന്ന് പറയുന്നത് ഒരു മറക്കപ്പുറമുണ്ട്. ഫാഷിസത്തെയും ഭരണകൂടത്തെയും അവരുടെ ഫണം വിറർത്തിയുള്ള ആടലുകളെയും നൃത്തം ചെയ്യലുകളെയും ഈമാനുള്ള മുസ്ലിമിന് ഭയപ്പെടേണ്ടതില്ല. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം സമുദായം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നേരിടാൻ ഈമാനിക കരുത്ത് നമ്മൾ ആർജിക്കണം. അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഈമാൻ എന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്താൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലെയും പാഠം അത് തന്നെയല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോ കത്തിക്കാളുന്ന തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പിന്നെ എന്താ സംഭവിക്കുക? ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ് എനിക്ക് അല്ലാഹ് മതി, വനിഅമൽ വകീൽ അല്ലാഹുവാണ് ഏറ്റവും നല്ല വക്കീല്. നമ്മുടെ കോടതികളിലെ വക്കീലല്ല, അല്ലാഹുവാണ് ഏറ്റവും നല്ല വക്കീല്. ആ വാക്ക് ഒന്ന് പരിശോധിച്ച് നോക്ക്. വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു കേസിലകപ്പെട്ടാൽ എന്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിക്കുന്ന ആളാണല്ലോ വക്കീല്. പിന്നെ വക്കീല് നോക്കിക്കോളും, വക്കീലിന് നൽകാനുള്ള നൽകിയാൽ മതി. എന്നാ എന്റെ വക്കീല് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, അല്ലാഹു മതി, അല്ലാഹുവാണ് ഏറ്റവും നല്ല വക്കീല്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചുകൊണ്ട് ആ തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഉടനെ അല്ലാഹ് പറയുന്നു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അത്ഭുതമല്ലേ സംഭവിച്ചത്? നമുക്കൊക്കെ ഇത് വെറും ഒരു കഥയാണ്. ഇതൊക്കെ ആവർത്തിക്കാനുള്ള ചരിത്രങ്ങളാണ്. തീക്കുണ്ടത്തിന്റെ വക്കത്ത് നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹുവിന് രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ, കടലിന്റെ മുന്നിൽ നിന്ന് ഫിർഔനിന്റെ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് മൂസാ അലൈഹി സ്വലാമിന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഹിജ്റ പോകുന്ന രംഗം, ശത്രുക്കൾ ഇതാ അള്ളാഹുവിന്റെ റസൂലിനെയും കൂട്ടുകാരനെയും തെരയുകയാണ്. അവസാനം ഗാർ സൗറിലാണ് എത്തിപ്പെടുന്നത്. ആ സൗർ കണ്ടവർക്കറിയാം, ആ ഗുഹയിലെങ്ങാനും ഒരു വട്ടം കയറിയവർക്കറിയാം അവിടുത്തെ ആ രംഗം. ആ ശത്രുക്കൾ എങ്ങാനും ഒന്നങ്ങ് കുനിഞ്ഞു നോക്കിയാൽ, ഒന്നങ്ങ് താഴ്ന്നു നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബേജാറാവുകയാണ്. നമ്മൾ പിടിക്കപ്പെടുമോ നബി എന്ന് ബേജാറാകുന്ന ഘട്ടത്തില് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ലാ തഹ്സൻ, അബൂബക്കറെ ടെൻഷൻ ആകല്ലേ, അബൂബക്കറെ ഹുസ്ന് വേണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് അബൂബക്കറെ എന്ന് പറയുന്നു. സമാധാനിപ്പിക്കുന്ന അഷ്റഫുൽ ഖൽഖിനെ ചിലന്തി വലകെട്ടിക്കൊണ്ട് സംരക്ഷിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെങ്കിൽ, ഇങ്ങനെ ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ. ഈ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിച്ചാൽ, അള്ളാഹുവിലാകണം നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ കണക്കുകൂട്ടലുകളിലല്ല. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാം, എല്ലാം തകർന്ന് തരിപ്പണമാകാം. അതുകൊണ്ട് വിശ്വാസികളെ, വഹും അലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന വിശ്വാസികളാണവർ. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അല്ലദീന യുഖീമൂനസ്സലാഹ്, അവരുടെ ഗുണങ്ങളുണ്ട്. അവരുടെ ഒരു ഗുണം, പ്രത്യക്ഷമായ രണ്ട് ഗുണങ്ങളാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരുടെ, അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ കിടിലം കൊള്ളുന്നവരുടെ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവരുടെ പ്രത്യക്ഷമായ രണ്ടായത്തുകൾ, അടയാളങ്ങൾ എന്ന് പറഞ്ഞു. ഒന്ന്, അല്ലദീന യുഖീമൂനസ്സലാഹ്, അവർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ദീനിൽ ഒരു സ്ഥാനവും ഇല്ല. ഞാൻ പറയുന്നു, ജുമുഅക്ക് പോലും നമ്മൾ നേരം വൈകി വന്നാൽ പോരാ. ജുമുഅക്ക് പോലും ഒരാളുടെ ജുമുഅ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഇദാ സഇദൽ ഖതീബു അലൽ മിമ്പർ, ഖതീബങ്ങാനം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ,
പിന്നെ മലക്കുകൾ, ആ വാതുക്ക നിൽക്കുന്ന മലക്കുകൾ അവരുടെ സ്വഹഫുകൾ അടക്കുകയാണ്. എത്ര ജുമുഅകളാണ് ഒരുപക്ഷെ അങ്ങ് നഷ്ടപ്പെട്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജുമുഅക്ക് വരേണ്ടത് ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് നിർബന്ധമായും പള്ളിയിൽ ജുമുഅക്ക് എത്തണമെന്ന് പറയുന്നത് ഒരു ഖതീബിന്റെ വർത്തമാനമല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നിസ്കാരം മസ്റ്റാണല്ലോ. അല്ലദീന യുഖീമൂന സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അല്ലാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ്. എന്താ ഈ രണ്ട് കാര്യം ചേർത്ത് പറയാൻ കാരണം? എത്ര ഇടങ്ങളിലാണ് നിസ്കാരത്തിനെയും നോമ്പിനെയും അല്ലാഹു സക്കാത്തിനെയും ചേർത്ത് പറഞ്ഞത്? നിസ്കാരത്തെയും ഹജ്ജിനെയും ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ പലതവണ കേട്ട കാര്യമായിരിക്കും. നിസ്കാരത്തെയും നോമ്പിനെയും ചേർത്ത് പറഞ്ഞില്ല, ഹജ്ജിനെയും നോമ്പിനെയും ചേർത്ത് പറഞ്ഞില്ല. ഖുർആനിൽ പലതവണ ചേർത്ത് പറഞ്ഞത് നിസ്കാരത്തിനെയും സക്കാത്തിനെയുമാണ്. ഒരു മനുഷ്യൻ, ഒരു അടിമ ഉടമയുമായിട്ടുള്ള പ്രത്യക്ഷമായ ബന്ധത്തിന്റെ അടയാളമാണ് നിസ്കാരം. അസ്വലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ, അല്ലാഹുമായിട്ട് ഒരാൾ നടത്തുന്ന ഒരു സ്വകാര്യ സംഭാഷണമാണ് നിസ്കാരം, ഒരു മുനാജാത്താണ് നിസ്കാരം. അത് മുറിയാൻ പാടില്ല, ആ കയറ് പൊട്ടിപ്പോകാൻ പാടില്ല. അല്ലാഹുമായിട്ടുള്ള കയറ് പൊട്ടിയാൽ, നൂല് പൊട്ടിയ പിന്നെ പട്ടമുണ്ടല്ലോ, എന്താ പട്ടത്തിന്റെ അവസ്ഥ? ആ പട്ടമാണ് നമ്മെ വളരെ ഉയരങ്ങളിൽ പറക്കാൻ സഹായിക്കുന്നത്. ചില ആളുകൾക്കൊക്കെ ഈ നൂല് വലിയ തടസ്സമാണല്ലേ. എന്തിനാ അങ്ങനെ ചില പ്രതിബന്ധങ്ങൾ, ഇങ്ങനെ ചില കെട്ടുപാടുകള്? ഒരു കുട്ടി പട്ടം പറത്തിയപ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ കഥ? ഒരു കുട്ടി പട്ടം പറത്തിയപ്പോ ആ പട്ടം ഇങ്ങനെ പറന്ന് പറന്ന് ഒരുപാട് ഉയരങ്ങളിലെത്തിയപ്പോ അതിലെ ഒരു പച്ച തത്ത ഇങ്ങനെ പറന്നു വന്നു അത്രേ. ആ തത്ത പട്ടത്തിനോട് ചോദിച്ചു, ആ പട്ടമേ, നിനക്ക് എങ്ങനെ ഇത്ര ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നു എന്ന്. അഹങ്കാരിയായ പട്ടം പറഞ്ഞു, ഇത്രയൊന്നുമല്ല, ഞാൻ ഇതിലും ഒരുപാട് ഉയരങ്ങളിൽ പറക്കും. എന്നിട്ട് എന്തേ നീ പറക്കാത്തത്? അതിനെങ്ങനെ? ഇന്നെ ആ കുട്ടി എന്നെ വിടുന്നില്ലല്ലോ. ഏത് കുട്ടി? നീ നോക്കൂ, താഴെ ഒരു നൂല് കെട്ടി, ആ നൂല് ഒരു കുട്ടി കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ്. ആ കുട്ടി വിടാത്തത് കൊണ്ടാണ് ഞാൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാത്തത്. അപ്പൊ തത്ത പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, നിനക്ക് ഉയരങ്ങളിൽ പറക്കാൻ വേണ്ടി ആ നൂല് ഞാൻ പൊട്ടിച്ചു തരാം. നൂല് പൊട്ടിച്ച ഓർമ്മയേ ഉള്ളൂ പട്ടത്തിന്. നിയന്ത്രണം വിട്ട പട്ടം കറങ്ങി കറങ്ങി കറങ്ങിക്കവിടെ ഏതോ ഒരു ചളിക്കുണ്ടിൽ പോയി വീഴുന്നത് പോലെ അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ. ആ ബന്ധമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഉയരങ്ങളിലേക്ക് പറക്കാൻ നമ്മെ സഹായിക്കുന്നത്. ആ ബന്ധം നമുക്കൊരു ബന്ധനമായി കൂടാ, അതൊരു തടസ്സമായി കൂടാ. നിസ്കരിക്കാൻ വലിയ മടിയാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞാൽ അവന് പിന്നെ തവക്കുലില്ല, അവന് അള്ളാഹുവിന് ഭയമില്ല. അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക. അതെന്തിന്റെ അടയാളമാണ്? അള്ളാഹു ഒരു സൃഷ്ടി അവന്റെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ സിട്ടാവുമായിട്ടുള്ള ബന്ധം നിസ്കാരവും, സിട്ടികളുമായിട്ടുള്ള ബന്ധം സക്കാത്തുമാണ്. അള്ളാഹുമായിട്ടുള്ള ഉത്തരവാദിത്വവും സിട്ടികളോടുള്ള ബാധ്യതയും ഒരുപോലെ നിർവഹിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനായി മാറുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുക. നമുക്ക് ഇനി നോമ്പിൽ നിന്ന് നേടിയെടുത്ത ഈമാൻ കൊണ്ട് ഇത് പോരാട്ടത്തിന്റെ നാളുകളാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മുജാഹിദാണ്. നിരന്തരമായി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കണം. ആട്ടും വിലക്കും വടിയാട്ടുമറ്റുമീ കൂട്ടർ സഹിച്ച് പൊറുതി മുട്ടി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആട്ടും വിലക്കും ഒക്കെ കേട്ട് പൊറുതിമുട്ടിയ ഒരു ഘട്ടത്തിലാണ് കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടലിൻ ചീറും തിരകൾ കടന്നോ ഹിമാലയ വേറിയോ വന്നവരേറെയില്ല. മഹാന്മാരായ സഹാബത്ത് അങ്ങകല അറേബ്യൻ നാടുകളിൽ നിന്ന് വന്നത് എന്തിനാണ്? അവിടെ നിസ്കരിക്കാൻ പള്ളിയില്ലാഞ്ഞിട്ടല്ല, അവിടെ ദിക്ർ മജ്ലിസ് നടത്താൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്താണ്. ആ ദഅവത്ത് പോരാടാനുള്ളതാണ്. പോരാളികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ഉജ്ജ്വലമായ ആർജവത്തിന്റെ പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങളാണ് വിശ്വാസികളെ ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഇനി എന്ത് നോക്കിക്കാനാ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നില്ലേ നമ്മുടെ പൂർവികർ? ഇവന്മാരെക്കാൾ വലിയ അധികാരികളിൽ നിന്ന് ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ, വെള്ളക്കാർക്കെതിരെ,
വൈദേശിക ശക്തികൾക്കെതിരെ പോരാടിയിട്ട് സ്വാതന്ത്ര്യം നേടിയിട്ടെങ്കിൽ അത്രത്തോളൊന്നും വരൂല ഏതായാലും ഇവര്. അതുകൊണ്ട് ഇനിയുള്ളത് പോരാട്ടത്തിന്റെ നാളുകളാണ്. ഏറ്റവും അവസാനം ഇപ്പോ വഖഫിലാണ് നമ്മൾ വഖഫായി നിൽക്കുന്നത്. നിയമപരമായ പോരാട്ടമുണ്ട്, ജനകീയമായ സമരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ചില സമരങ്ങളുടെ വിശദാംശങ്ങൾ ഇവിടെ പറയും. ഒരു മുസ്ലിമും വിട്ടുനിൽക്കാൻ പാടില്ലാത്ത വിധം പൗരത്വ സമരത്തിൽ നമ്മൾ കണ്ടതുപോലെ എല്ലാ നഗരങ്ങളും എല്ലാ തെരുവുകളും സമരം കൊണ്ട് പ്രക്ഷുബ്ധമാകണം. അഫ്ളലുൽ ജിഹാദി കലിമതു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജായിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് അനീതി കാട്ടുന്ന ജായിറായ അതിക്രമിയായ ഭരണാധികാരിയുടെ മുന്നിലേക്ക് കയറി ചെന്നുകൊണ്ട് കലിമത്തു അദിൻ, നീതിക്ക് വേണ്ടി സംസാരിക്കലാണെന്ന് പറഞ്ഞ പ്രവാചക തിരുമേനിയുടെ ഹദീസിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് മുഷ്ടി അങ്ങോട്ട് ചുരുട്ടിയിട്ട് ഉറക്ക വിളിക്കാൻ കഴിയണം. നമുക്ക് സിന്ദാബാദ് വിളിക്കാൻ കഴിയണം. അങ്ങനെ അടിയറവാക്കാൻ പറ്റിയതൊന്നുമല്ല. നമ്മുടെ പള്ളി നമുക്ക് നഷ്ടപ്പെടുമ്പോ ബാബരി നഷ്ടപ്പെട്ടു, അതിലെങ്കിലും അവസാനിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്നത് കേവലം ഒരു പള്ളിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വഖഫിൽ നിയമപരമായി കൈവച്ചാൽ അത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ പള്ളിയെയും ഓരോ മദ്രസകളെയും ബാധിക്കുമെന്നും നമ്മുടെ മുഴുവൻ ഇസ്ലാമിക സ്വത്തുകളെയും ബാധിക്കാനിരിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് അവസാനത്തെ പോരാട്ടമാണെന്നും ജീവൻ മരണ പോരാട്ടമാണെന്നും ഈ രാജ്യത്തെ നല്ലവരായ ഹൈന്ദവരെയും നല്ലവരായ ക്രൈസ്തവരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ പോരാട്ടത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങൽ പ്രിയമുള്ളവരെ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് ഈ മിമ്പറിൽ നിന്നുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ നാടിന്റെ അടുത്താണ് മഹാനായ സയ്യിദ് മഹദൂം പൊന്നാനിയിലെ മഹാനായ ഉമറുൽ ഖാലി. അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയാൽ മഹാനായ സയ്യിദ് മമ്പറം സയ്യിദ് അലവി തങ്ങളും ഫസൽ പൂക്കോയ തങ്ങളടക്കമുള്ള ധീരദേശാഭിമാനികളുടെ പാരമ്പര്യമുള്ള നമുക്ക് ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അപകടപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവരുടെ കരങ്ങളെ പിടിച്ചു കെട്ടാൻ, ജനാധിപത്യപരമായി പരാജയപ്പെടുത്താൻ ബാധ്യതയുണ്ടെന്നും ആ ബാധ്യതാ നിർവഹണത്തിൽ എന്റെ പങ്കാളിത്തം ഞാൻ ഉറപ്പുവരുത്തണം. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാകും, ഇപ്പൊ ഞാനിപ്പോ സമരം ചെയ്തിട്ട് എന്താകാനാ എന്ന്. ഉമർ ഖാലിയൊക്കെ സമരം ചെയ്യുമ്പോ, മമ്മൂർ തങ്ങളൊക്കെ സമരം ചെയ്യുമ്പോ അവരെ അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളവിടെ കുറച്ച് ആളുകൾ സമരം ചെയ്തിട്ട് എന്താകാനാ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, പലതുള്ളി പെരുവെള്ളം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരാൾ പോലും എന്റെ പങ്കാളിത്തം ഞാൻ ഉറപ്പുവരുത്തുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ പോരാട്ടത്തിലും ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ജുമുഅക്ക് ശേഷം ഒരു പ്രകടനമുണ്ട്. ഉറക്ക വിളിക്കണം, അങ്ങനെ നമ്മുടെ ഭരണശിരാ കേന്ദ്രത്തിലെത്തണം, ഉച്ചസ്ഥരം വിളിക്കണം, നമ്മുടെ മുട്ടുചിരട്ട് വിളിക്കണം, ഒന്നിച്ച് വിളിക്കണം, ആണും പെണ്ണും ഒരുമിക്കണം, എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ കാഹളം മുടക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ റമദാൻ നേടിയെടുത്ത ഈമാൻ കൊണ്ട് ആർജവം കാണിക്കണം. പടച്ച തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സത്യത്തിന് എതിരെ നിൽക്കുന്ന അസത്യത്തിന്റെ ശക്തികൾക്കെതിരെ ശക്തമായി പോരാടാനുള്ള ഈമാനികവും വൈജ്ഞാനികവും മാനസികവും ഒക്കെയായ കരുത്ത് പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജുമുഅയെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ, ജനകീയ സമരങ്ങളിലൂടെ ഈ നിയമത്തെ റദ്ദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വൽമുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق. أيها الناس اتقوا الله عباد الله
أوصيكم وإياي بتقوى الله. صلى الله على محمد وعلى آله وأصحابه وسلم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك وحبيبك سيدنا محمد. اللهم ارض عن أشرف الخلفاء الراشدين، عن أولهم أبي بكر الصديق، وعن ثانيهم عمر بن الخطاب، وعن ثالثهم عثمان بن عفان، وعن رابعهم علي بن أبي طالب. اللهم ارض عن عمي نبيك حمزة والعباس، وعن بقية صحابة أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين. اللهم سلمنا وسلم مساجدنا وسلم مدارسنا وسلم علماءنا وسلم أولادنا وسلم إخواننا وسلم نساءنا وسلم أخلاقنا من أيدي الكفار والمشركين والظالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الحمد لله.